ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈവനിങ് കുറച്ച് അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചതാണ് കേട്ടോ. അതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. വളരെ ട്രഡീഷണൽ ആയിട്ട് നമ്മുടെ വീടുകളിലൊക്കെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തന്നിരുന്നില്ലേ, ആ ഒരു രീതിയിലാണ് ഈ ലഡ ഉണ്ടാക്കുന്നത്. ആവിയിൽ വെച്ച് പുഴുങ്ങിയിട്ടാണ് ഉണ്ടാക്കുന്നത്. പ്രത്യേകം പറയാൻ കാരണം ഇവിടെ വന്നപ്പോഴാണ് രണ്ട് തരത്തിലുള്ള അടയുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഒന്ന് ആവിയിൽ വെച്ച് പുഴുങ്ങിയതും ഒന്ന് ദോശക്കല്ല് ചുട്ടെടുക്കുന്നതും. ദോശക്കല്ല് ചുട്ടെടുത്ത അട ഞാൻ മുന്നേ കഴിച്ചിട്ടില്ല, എനിക്ക് അതിൻ്റെ ടേസ്റ്റ് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാനിപ്പോഴും ആവിയിൽ പുഴുങ്ങിയിട്ടുള്ള അടയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതൊന്ന് നമുക്ക് കണ്ടു നോക്കാം. പാല് കുടിച്ചു കഴിഞ്ഞില്ലേ ശിവ? അപ്പോൾ തേങ്ങ ഉടയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സാധാരണ മടാളാണ് ഉപയോഗിക്കാറ്. ഇവിടെ എന്താ വെട്ടുകത്തി, ആ സംഭവം നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ ഞാൻ കയ്യിൽ കിട്ടിയ ഒരു കനമുള്ള സാധനം എടുത്ത് ഉടച്ചതാണ്. അതിനുശേഷം തേങ്ങ ചിരവാൻ വേണ്ടിയിട്ടുള്ളത് ഉണ്ടായിരുന്നു. നമ്മൾ പണ്ടത്തെ ചിരവല്ല, അവിടെ അങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുള്ളതല്ലേ, അത് ഊരി വെച്ചതാണ് കേട്ടോ. അങ്ങനെ യൂസ് ചെയ്യാതെ ആയപ്പോൾ എപ്പോഴും കൈ തട്ടലും ഒക്കെ ആയപ്പോൾ അവിടുന്ന് ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എളുപ്പം ഇതാണെന്ന് തോന്നി, ഇങ്ങനെ തേങ്ങ പൂള് കുത്തിയിട്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കും. അപ്പോൾ പെട്ടെന്ന് പണിയും കഴിയും, ഇരുന്ന് അരയ്ക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട്, ഇരുന്ന് ചിരകണ ആ ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ നമ്മൾ അന്നത്തെ ദിവസം ഇത് രാത്രി ഫുഡായിട്ടും കൂടെയാണ് കൺസിഡർ ചെയ്തത് കേട്ടോ. വേറെ ഒന്നും രാത്രി വെച്ചിട്ടുണ്ടായിരുന്നില്ല. സോ അത്യാവശ്യം കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശർക്കരയാണെന്നുണ്ടെങ്കിലും ഒരു 3-4 അച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം മധുരം വേണം ഇവിടെ എല്ലാവർക്കും, അതിന് വേണ്ടിയിട്ട്. ശർക്കരയ്ക്ക് റെഡിയാക്കി വെച്ചതിന് ശേഷം ഇല മുറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഗ്യാസിൽ വെച്ചിട്ടൊന്ന് വാട്ടിയെടുത്തു. പണ്ടൊക്കെ അടുപ്പിലാണല്ലോ. അതിനുശേഷം അരിപ്പൊടി, നമ്മുടെ നൂലപ്പത്തിന് മേടിച്ച പൊടിയാണ്, വറുത്ത് പൊടിച്ച പൊടിയാണ്. അപ്പോൾ അതാണ് എടുക്കുന്നത്. അത് ജസ്റ്റ് ഇങ്ങനെ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഉപ്പിട്ടിട്ട്, ഉപ്പും ജീരകവും ഇട്ടിട്ടാണ് സാധാരണ കുഴച്ചെടുക്കുക. ഞാനിവിടെ ജീരകം ഇട്ടിട്ടില്ല, ജസ്റ്റ് ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ശിവു ബാക്ക്ഗ്രൗണ്ടിൽ മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയിൽ ആഭ്യന്തര കാര്യങ്ങൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അതിനിടയിൽ ഞാൻ എൻ്റെ അടയൊക്കെ പരത്തിയെടുത്ത് അതിൽ നമ്മുടെ തേങ്ങയും ശർക്കരയൊക്കെ കൂടെ മിക്സ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഇത് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് പുഴുങ്ങാൻ വെക്കുകയാണ്. പിന്നെ ലാസ്റ്റ് നമുക്ക് കുറച്ച് മാവ് അധികം വന്നു, അതായത് ഇല ഇല്ല, പിന്നെ മാവ് കുറച്ചധികം വന്നപ്പോൾ പിന്നെ ഇല പൊട്ടിക്കാൻ പോകാൻ നിന്നില്ല. ഞാനത് നമ്മുടെ കൊഴുക്കട്ടയാക്കി രൂപാന്തരം പ്രാപിക്കാൻ വിട്ടു. അതിനെ കൊഴുക്കട്ടി അരിഞ്ഞു ഭയങ്കര ഇഷ്ടമാണ്. അടയും കൊഴുക്കട്ടയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ രണ്ടും ഒരമ്മ പെറ്റ മക്കളെന്നുള്ള പോലെ ആവിയിലിരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ അടയും കൊഴുക്കട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് സംഭവം എനിക്ക് നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കാനാണ് എനിക്കിഷ്ടം കേട്ടോ. പക്ഷേ ചിലവർക്ക് ചൂടോടെ കഴിക്കാനായിരിക്കും ഇഷ്ടം. അപ്പോൾ കൊഴുക്കട്ട എനിക്ക് അങ്ങനെ വലിയ ഫേവറേറ്റ് അല്ല. ഇവിടെ വന്നിട്ടാണ് ഞാനത് കഴിച്ചു തുടങ്ങിയത്. അടയാണ് എൻ്റെ എപ്പോഴത്തെയും ഫേവറേറ്റ്. അപ്പം വലിയ താല്പര്യമില്ല, അടയാണ് ഏറ്റവും ഇഷ്ടപ്പെടാറുള്ളത്. അപ്പോൾ അതേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്ന് പറയുന്നില്ല, കാരണം എല്ലാവർക്കും അറിയുന്ന കാര്യമാവും. കേരളത്തിൽ ഉള്ള എല്ലാവർക്കും അറിയാവുന്ന കഴിക്കുന്ന ഒരു പലഹാരമായിരിക്കും ഇലയുടെയും കൊഴുക്കട്ടയൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.